Concept of global warming and climate എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ആട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഗ്ലോബൽ വാർമിംഗ്, അതേപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തൊക്കെ, അതേപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ ഈ ഗ്ലോബൽ വാർമിംഗ് ബാധിക്കുന്നുണ്ടോ അല്ലെ, ഉണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഏതൊക്കെ രീതിക്കാണ് നമ്മുടെ ഡിഫറെന്റ് സെക്ടേഴ്സ്, അതായത് അഗ്രികൾച്ചർ കൃഷിനെയും അതേപോലെ തന്നെ മറ്റുള്ള ഘടകങ്ങളിലേക്ക് ഏതൊക്കെ രീതിക്കാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് ബാധിക്കുന്നത്, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, ഇത് പോയിന്റ് ആയിട്ടാണ് നമ്മുടെ SLM-ൽ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനെ പഠിച്ചു പോകേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഗ്ലോബൽ വാർമിംഗ് എന്താന്ന് നോക്കാം അല്ലെ. ഗ്ലോബൽ വാർമിംഗും ക്ലൈമറ്റ് ചേഞ്ചും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഗ്ലോബൽ വാർമിംഗ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഗ്ലോബൽ വാർമിംഗ് ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒരുപാട്, അതായത് ബയോട്ടിക് ആയാലും അബയോട്ടിക് കമ്പോണൻസിനും എല്ലാം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ മാത്രം, നെഗറ്റീവ് എഫക്റ്റ് മാത്രം നൽകുന്ന ഒന്നാണ് എന്ത്, ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിൽ നൈട്രജന്റെയും ഓക്സിജന്റെയും അളവാണ് ഏറ്റവും കൂടുതൽ എങ്കിലും നിലവിൽ കാർബൺ മോണോക്സൈഡിന്റെയും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവാണ് എന്ത് ചെയ്യുന്നത്, ദിനം പ്രതി അല്ലെങ്കിൽ വർഷങ്ങൾ പോകുന്തോറും എന്ത് കൂടി വരുന്നത്. മനസ്സിലായല്ലോ? ഇത് തന്നെയാണ്, ഈ ഗ്യാസുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഈ ഗ്യാസുകളെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയാം. ഇവരാണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണക്കാരായ ഗ്യാസുകൾ. മനസ്സിലായോ? അതായത് എന്താ ആക്ച്വലി നടക്കുന്നത് വെച്ചാൽ, ഈ കാർബൺ മോണോക്സൈഡ് അല്ലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള കുറച്ച് ഗ്യാസുകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ തിങ്ങി നിറയുന്നുണ്ട് അല്ലെ, ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ സൺലൈറ്റ് ഇതിലോട്ട് പതിക്കുമ്പോൾ ഈ ഗ്യാസുകൾ എന്ത് ചെയ്യാണ്, ഈ സൺലൈറ്റിനെ തിരിച്ച്, അതായത് ഈ ചൂടിനെ, അത്രയും കടുത്ത ചൂടിനെ തിരിച്ച് അറ്റ്മോസ്ഫിയറിലോട്ട് തന്നെ എന്ത് ചെയ്യാണ്, റിഫ്ലക്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അത് എന്തിന് കാരണമാകും, നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട് കൂടാൻ അല്ലെ, ഹീറ്റ് ജനറേറ്റ് ആവാനാണ് ഇത് എന്ത് ചെയ്യുന്നത്, കാരണക്കാരാവുന്നത്. മനസ്സിലായല്ലോ? ഈ ഒരു ഫിനോമിന, അതായത് ഇതിപ്പോ വർഷങ്ങളോളം ഇത് പോവുകയാണെങ്കിൽ ഓരോ വർഷം കൂടുന്തോറും ചൂട് പതിയെ ചൂട് കൂടി വരിക മാത്രമായിരിക്കും എന്താ ചെയ്യുക. ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗിന്റെ മറ്റൊരു പേരാണ് എന്ത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഓക്കെ, ഇതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇപ്പൊ മനസ്സിലായല്ലോ? അതായത് നമ്മുടെ അന്തരീക്ഷത്തില് ഓക്സിജന്റെയും നൈട്രജന്റെയും അളവാണ് കൂടുതലുള്ളതെങ്കിലും നിലവിൽ ഓരോ വർഷം കൂടുന്തോറും കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള ഗ്യാസുകളുടെ അളവാണ് കൂടി വരുന്നത്. ഈ ഗ്യാസുകൾ എന്താ ചെയ്യുന്നത്, സൂര്യരശ്മികൾ തട്ടുമ്പോൾ അത് തിരിച്ചങ്ങോട്ട് അറ്റ്മോസ്ഫിയറിൽ റിഫ്ലക്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് ഇവര്. അങ്ങനെയാവുമ്പോൾ എന്ത് സംഭവിക്കും, ഹീറ്റ് ജനറേറ്റ് ആവാൻ ഇത് കാരണമാകും. ഓരോ വർഷം കൂടുന്തോറും ചൂട് കൂടി അല്ലെ ഹീറ്റ് ജനറേറ്റ് ആവാൻ കാരണമാകും. ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് പറയാ, ഗ്ലോബൽ വാർമിംഗ് എന്ന പേര്. ഈ ഗ്ലോബൽ വാർമിംഗിന്റെ മറ്റൊരു പേരാണ് എന്ത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്. മനസ്സിലായല്ലോ? ഈ ഒരു ലെസണിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ ഗ്ലോബൽ വാർമിംഗ് മൂലം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. നോക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചൂട് അല്ലെ, ടെമ്പറേച്ചർ ചൂട് വളരെ കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിനെ തുടർന്ന് തന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങളും അല്ലെ, അതേപോലെ തന്നെ സൺബേൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് നോക്കാം. ഗ്ലോബൽ വാർമിംഗ് ക്യാൻ ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ദ മോയ്സ്ചർ ലെവൽ കണ്ടന്റ്, അതായത് നമ്മുടെ സോയിലുള്ള വെള്ളത്തിന്റെ ജലാംശം പതിയെ കുറച്ചു കൊണ്ടുവരാൻ ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് കാരണമാകുന്നു. അങ്ങനെ കുറഞ്ഞു വന്ന് പിന്നീട് എൻവയോൺമെന്റിൽ ഏതൊരു രീതിക്ക് എത്തും, ഡ്രോട്ട് അല്ലെ, എന്താണ് വരൾച്ചയ്ക്ക് കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ വരൾച്ചയിൽ മാത്രമല്ല
ഗ്ലോബൽ വാർമിംഗ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മറ്റൊരു സെക്ടറാണ് ഏത്? അഗ്രികൾച്ചറൽ സെക്ടർ. അഗ്രികൾച്ചറിന്റെ പ്രൊഡക്ഷനിൽ ഇത് ഒരുപാട് ബാധിക്കുന്നത്. അതായത് മിനിമൈസ് ആകും, പ്രൊഡക്ഷൻ വളരെ മിനിമൈസ് ആവും. മനസ്സിലായല്ലോ? ഇതേ കൂടാതെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ത് ഞാൻ പറഞ്ഞത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നത് ഞാൻ പറഞ്ഞല്ലോ അല്ലെ? സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നത് എൻവയോൺമെന്റിന് മാത്രമല്ല മനുഷ്യർക്കും എല്ലാവർക്കും അതൊരു പ്രശ്നം തന്നെയാണ്. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് മൂലം വരുന്ന പ്രശ്നങ്ങൾ. ഇതേപോലെ തന്നെ നേരിട്ട് കൊണ്ടുവരാൻ നമ്മൾ ഈ നേരിടാൻ പോകുന്ന മറ്റൊരു പ്രശ്നമാണ് എന്ത്? ക്ലൈമറ്റ് ചേഞ്ച്. മനസ്സിലായല്ലോ? ഇത് ഈ ഗ്ലോബൽ വാർമിങ്ങിനെ തുടർന്ന് ഇതൊക്കെ കണക്ട് ചെയ്ത് കിടക്കുക, ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിങ്ങും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഗ്ലോബൽ വാർമിങ്ങിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോയിന്റ് ആയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത നോക്കാം, മേജർ ഡ്രൈവേഴ്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അഥവാ ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന കുറച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസസുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നോക്കാം വാട്ടർ വേപ്പർ അല്ലെ. വാട്ടർ വേപ്പർ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. പക്ഷെ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഹ്യൂമൻ ആക്ടിവിറ്റി മൂലം ഉണ്ടാകുന്ന ഒന്നല്ല അല്ലെ. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് അത് തികച്ചും നാച്ചുറൽ ആയ ഒന്നാണ്. അതായത് ഇതിൽ ഹ്യൂമൻ ആക്ടിവിറ്റിന്റെ ഒരു പങ്കും തന്നെ ഈ വാട്ടർ വേപ്പറിൽ ഇല്ല. പക്ഷെ എന്നിരുന്നാലും വാട്ടർ വേപ്പറും എന്താണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസിലാണ് ഉൾപ്പെട്ട് കിടക്കുന്നത്. രണ്ടാമത് നോക്കാം കാർബൺ ഡയോക്സൈഡ് അല്ലെ. ഏതാണ്? CO2. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു. അത് തികച്ചും മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം മാത്രം വരുന്ന ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് ഏത്? CO2 അഥവാ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് അല്ലെ. ഇത് എങ്ങനെയാണ് ഇത് നമുക്കറിയാം. ഇത് കൂടുതലും നമ്മുടെ അന്തരീക്ഷത്തിൽ ഈ CO2ന്റെ ലെവൽ ഏറ്റവും കൂടുതൽ കാണപ്പെടാനുള്ള കാരണം എന്താണ്? ബേണിംഗ് ഓഫ് കാർബൺ ഫ്യൂവൽസ് അല്ലെ. ഫ്യൂവൽസുകളെ ബേൺ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ CO2 പുറപ്പെടുവിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ ഏതാണ്? അതായത് നമ്മുടെ കോൾ, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, ഓയിൽ അത് പെട്രോളിയം അല്ലെ. അതൊക്കെ ഓയിലിൽ ഉൾപ്പെട്ടാണല്ലോ അല്ലെ. അപ്പൊ അതൊക്കെ ബേൺ ചെയ്യുമ്പോൾ അല്ലെ, പെട്രോള് ഒക്കെ ഡീസൽ ഇതൊക്കെ ബേൺ ചെയ്യുമ്പോൾ അത്തരത്തിലാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ CO2ന്റെ അളവ് കൂടി വരുന്നത്. എന്തിനൊക്കെയാണ് നമ്മൾ ഈ ഓയിലും നാച്ചുറൽ ഗ്യാസ് ഒക്കെ ബേൺ ചെയ്യാം? ട്രാൻസ്പോർട്ടേഷന് വേണ്ടി അല്ലേ? അതെ. അപ്പൊ തീർച്ചയായും ഇത് ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് തീർച്ചയായും മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് അടിസ്ഥാനമായിക്കൊണ്ടാണ് വരുന്നത്. മനസ്സിലായി? അറിയാം നമുക്ക്. ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എങ്ങനെ വരുന്നതാണ്? തീർച്ചയായും ഹ്യൂമൻ ആക്ടിവിറ്റീസിന്റെ ബേസിൽ മാത്രം വരുന്നതാണ്. മാത്രമല്ല കാർബൺ അടങ്ങിയിട്ടുള്ള ഫ്യൂവൽസിനെ ബേൺ ചെയ്യുന്നത് മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? CO2 എമിഷൻ സംഭവിക്കുന്നത്. അഥവാ ഫ്യൂവൽസിനെ ബേൺ ചെയ്യുക അല്ലെ. ഏതൊക്കെയാ ഫ്യൂവൽസ്? നാച്ചുറൽ ഗ്യാസ് പെടും, കോൾ പെടും, ഓയിൽസ് പെടും. ഈ ഓയിലാണ് എന്തൊക്കെയാ? ഈ പെട്രോളിയം ഒക്കെ ഉള്ളത്. സോ ട്രാൻസ്പോർട്ടേഷൻ നമുക്കറിയാം അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് പെട്രോളിയം എന്ന് പറയുന്നത് അല്ലെ. സോ അത്തരത്തിലാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ CO2ന്റെ അളവ് കൂടി വരുന്നത്. മൂന്നാമത്തെ നോക്കാം, മീഥേൻ. ഏതാണ്? മീഥേൻ അഥവാ CH4 അല്ലെ. മീഥേൻ ആണ്. അപ്പൊ ഈ ഇമ്പാക്ട് ഓഫ് മീഥേൻ എന്ന് പറയുന്നത്, മീഥേന് വളരെ കുറച്ചാണ് അന്തരീക്ഷത്തിലുള്ളത്. കാർബൺ ഡയോക്സൈഡിന്റെ അത്രയ്ക്കൊന്നും നമ്മുടെ അന്തരീക്ഷത്തിൽ മീഥേൻ ഇല്ലെങ്കിൽ പോലും മീഥേൻ അഥവാ CH4 എന്ന് പറയുന്നത് അതിന്റെ ഇമ്പാക്ട്, CH4ന്റെ ഇമ്പാക്ട് CO2 കാർബൺ ഡയോക്സൈഡിനേക്കാളും 25 മടങ്ങ് കൂടുതലാണ് മീഥേന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്തരത്തിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ ഉൾപ്പെട്ട ഒന്ന് തന്നെയാണ് ഏത്? മീഥേൻ. ഓക്കെ, അടുത്ത നോക്കാം നൈട്രസ് ഓക്സൈഡ്. ഏതാണ്? നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് തീർച്ചയായിട്ടും എങ്ങനെ മാത്രം വരുന്നതാണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം മാത്രമാണ് വരുന്നത്. എത്തരത്തിലുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് നോക്കിയാലോ? അഗ്രികൾച്ചർ, ഫ്യൂവൽ കമ്പോസ്റ്റിംഗ്, വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോസസ് അല്ലേ. ഇൻഡസ്ട്രിയൽ പ്രോസസ് ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് N2O അല്ലേ. N2O എന്താണ്? നൈട്രസ് ഓക്സൈഡ് ആണ്. N2Oന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂട്ടാൻ കാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പ്രവർത്തികൾ ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ചും എന്താണ്? ഇൻഡസ്ട്രിയൽ പ്രോസസ് നമ്മുടെ അന്തരീക്ഷത്തിലെ N2O നൈട്രസ് ഓക്സൈഡിന്റെ അളവ് കൂട്ടുന്നു. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് ഏത്? ഫ്ലൂറോ കാർബൺസ്. ഏതാണ്? ഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്നത്. തീർച്ചയായും ഇതും എങ്ങനെ തന്നെയാണ്? മനുഷ്യരുടെ ആക്ടിവിറ്റീസ് മൂലം മാത്രം വരുന്ന ഒന്നാണ് അല്ലെ. നോക്കാം, ഇത് കൂടുതൽ വരാൻ കാരണം ഓസോൺ ഡെപ്ലീഷൻ സബ്സ്റ്റൻസസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ റെഫ്രിജറൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ്
ഈ ഫ്ലൂറോ കാർബൺസ് നമ്മുടെ അന്തരീക്ഷത്തിൽ വന്നു പോകുന്നത്. ഇത്തരത്തിലുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ലിസ്റ്റിൽ നമ്മളിപ്പോ എത്ര ഗ്യാസുകൾ പഠിച്ചു? വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ മീഥേന്, നൈട്രസ് ഓക്സൈഡ്, ഫ്ലൂറോ കാർബൺസ്. ഇതിൽ പകുതിയിലേറെയും മനുഷ്യന്റെ പ്രവർത്തികൾ മൂലം മാത്രമാണ് അല്ലേ വരുന്നത്. തീർച്ചയായിട്ടും. സോ നമ്മൾ അതിനെ എതിർത്തുകൊണ്ടില്ല, അല്ലെങ്കിൽ അതൊക്കെ തടയാനുള്ള ഒരു മാർഗം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ഏതൊക്കെ രീതിയിൽ ഓരോ സെക്ടറിനെയും ബാധിക്കുന്നു എന്നുള്ളതാട്ടോ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് ഓരോ സെക്ടറിലും, ഏതൊക്കെ അഗ്രികൾച്ചറൽ സെക്ടറിൽ എങ്ങനെ ബാധിക്കുന്നു, അതേപോലെ തന്നെ ഫോറസ്റ്റ് സെക്ടറിൽ എങ്ങനെ ബാധിക്കുന്നു, മാത്രമല്ല വാട്ടർ റിസോഴ്സസിൽ അല്ലെ എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് ബാധിക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ അഗ്രികൾച്ചറൽ സെക്ടറിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ അഗ്രികൾച്ചറൽ സെക്ടറിൽ എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് ബാധിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് അല്ലെ. അതിൽ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്തോറും എക്സ്ട്രീം ടെമ്പറേച്ചർ ആയാല് അത് they prevent the crop from growing. മനസ്സിലായല്ലോ? ആ ക്രോപ്പിന്റെ വളർച്ചയെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഘടകമായി മാറും എന്ത്? എക്സ്ട്രീം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള എക്സ്ട്രീം ഇവന്റ്സുകളും സംഭവിക്കാനുള്ള ചാൻസ് കൂടുതൽ. ഏതൊക്കെയാണ്? ആ ഫ്ലഡ്, ഡ്രഫ്, വരൾച്ചയൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ അറിയാലേ എന്താ ഈ പറഞ്ഞ വെള്ളപ്പൊക്കവും അതേപോലെ തന്നെ ഫ്ലഡും അതേപോലെ വരൾച്ചയെല്ലാം നമ്മുടെ തീർച്ചയായിട്ടും ഇതൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിന് പിന്നാലെ വരുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അതിന് അല്ലെ എക്സ്ട്രീം ടെമ്പറേച്ചർ ആയാലും നമുക്ക് വരൾച്ച അനുഭവിക്കേണ്ടി വരും അല്ലെ. പെട്ടെന്ന് ഒരുപാട് കുത്തനെ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് അനുഭവിക്കേണ്ടി വരും? ഫ്ലഡ് അനുഭവിക്കേണ്ടി വരും. ഇത് രണ്ടിൽ ഏതായാലും അത് അഗ്രികൾച്ചറിനെ വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ് അല്ലെ. റെഡ്യൂസ് ദ ഈൽഡ് അല്ലെ. അഗ്രികൾച്ചറിന്റെ ഈൽഡിന്റെ ഇത് റെഡ്യൂസ് ചെയ്യപ്പെടും. സോ അത്തരത്തിൽ അഗ്രികൾച്ചറിനെ ബാധിക്കുന്നുണ്ട്. ഇനി അതെല്ലാം ചൂട് കൂടുതലായി വെച്ചാൽ അതും ഏതിനെ ബാധിക്കും? ക്രോപ്പിന്റെ വളർച്ചയെ തന്നെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. ഒരുപാട് അല്ലേ ചൂട് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ചില എക്സ്ട്രീം ഏരിയാസിൽ എന്ത് അനുഭവപ്പെടും? വളരെ കടുത്ത വരൾച്ച അനുഭവപ്പെടാനായിട്ട് തുടങ്ങും അല്ലെ. അതേപോലെ തന്നെ മറ്റൊന്ന് നോക്കാം. CO2 കാർബൺ ഡൈ ഓക്സൈഡ് ആക്ച്വലി പ്ലാന്റ് ഗ്രോത്തിനെ അല്ലെ, ഒരു ചെടിയുടെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, അതായത് സ്റ്റിമുലേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? CO2 ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണെങ്കിലും പക്ഷേ അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ അതിന്റെ ഫുഡ് ക്രോപ്സിന്റെ ന്യൂട്രീഷണൽ വാല്യൂ കുറയ്ക്കുന്ന ഒന്നാണ് എന്ത്? CO2. മനസ്സിലായോ? അതായത് പ്ലാന്റ് ഗ്രോത്തിനെ CO2 പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ പ്ലാന്റിന്റെ ഇതുണ്ടല്ലോ ഫുഡ് പ്രൊഡക്റ്റിന്റെ ന്യൂട്രിയൻസിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ആര്? CO2. ഇത്തരത്തിലൊക്കെയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ ബാധിക്കുന്നത് അല്ലെ. ഇനി നമുക്ക് നോക്കാം ഈ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ച് ഏതൊക്കെ രീതിക്കാണ് വാട്ടർ റിസോഴ്സസിനെ ബാധിക്കുന്നത് എന്നുകൂടെ നമുക്ക് നോക്കാം അല്ലെ. വാട്ടർ റിസോഴ്സിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? 3 രീതിക്കാണ് ബാധിക്കുന്നത് വെള്ളത്തിന്. അതായത് വാട്ടർ സൈക്കിൾ ആൻഡ് വാട്ടർ ഡിമാൻഡ് അല്ലെ. വാട്ടർ സൈക്കിൾ നമുക്കറിയാലോ അല്ലെ. വാട്ടർ സൈക്കിളിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. 2 വാട്ടർ സപ്ലൈ അല്ലെ. വെള്ളം സപ്ലൈ ചെയ്യുന്ന അല്ലെ ആ മാർഗതടസ്സം അല്ലെ, സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിലും എന്ത് വരും? ബുദ്ധിമുട്ട് വരും. 3 വാട്ടർ ക്വാളിറ്റി അല്ലെ. വെള്ളത്തിന്റെ ക്വാളിറ്റിയിലും നമുക്ക് ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലോ? ഈ 3 രീതിക്കാണ് ക്ലൈമറ്റ് ചേഞ്ച് ആരെ ബാധിക്കുന്നത്? വാട്ടർ റിസോഴ്സുകളെ ബാധിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ടോപ്പിക്, നമ്മൾ ഈ നിലവിൽ ഒരുപാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഏത്? ഓസോൺ ലെയർ ഡെപ്ലീഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഓസോൺ ലെയർ ഡെപ്ലീഷൻ. ഇതെന്താണ്? ആക്ച്വലി അറ്റ്മോസ്ഫിയറിന്റെ അപ്പർ ലെയറിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു ലെയർ ആണ് എന്ത്? നമുക്കറിയാം അല്ലെ, ഓസോൺ ലെയർ അല്ലെ. അറ്റ്മോസ്ഫിയറിന്റെ അപ്പർ ലെയറിലുള്ള ഒന്നാണ് ഏത്? ഓസോൺ ലെയർ. എന്നാൽ ഈ ഓസോൺ ലെയർ എന്തായി വരും? തിന്നായില്ലേ, നേർന്നില്ലേ, തിന്നായി വരുന്ന ആ ഒരു പ്രോസസ്സാണ്, ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഓസോൺ ലെയർ ഡെപ്ലീഷൻ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഓസോൺ ലെയർ അത്തരത്തിൽ തിന്നായി മാറുന്നത്? ഇത് ക്ലോറിനും ഇതെങ്ങനെ സംഭവിക്കുന്നത്? ക്ലോറിൻ ആൻഡ് ബ്രോമൈൻ ആറ്റംസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ came in contact with the ozone and destroy the ozone molecule.
അതായത് ക്ലോറിനും അതേപോലെ തന്നെ ബ്രോമിന്റെയും ആറ്റംസ് അറ്റ്മോസ്ഫിയറിലുള്ള ഓസോൺ മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നു? അറ്റാക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. അങ്ങനെ ഓസോൺ മോളിക്യൂൾസിനെ ഈ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. ക്ലോറിന്റെയും അതേപോലെ തന്നെ ബ്രോമൈൻ്റെ അല്ലേ? അങ്ങനെ ആക്ച്വലി ഒരു ക്ലോറിന്റെ ആറ്റം എന്ന് പറയുന്ന ഏകദേശം ഓസോണിന്റെ 1,00,000 മോളിക്യൂൾസിനെ നശിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് ആർക്ക്? ക്ലോറിന്റെ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത്. സോ നമുക്ക് ഒബ്വിയസ്ലി അറിയാമല്ലേ എത്ര പെട്ടെന്നാണ് അപ്പോ ഓസോൺ ലെയർ ഇങ്ങനെ തിന്നാവുക എന്നുള്ളത്. പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ എന്താകും? ഓസോൺ ലെയർ ഇങ്ങനെ തിന്നായി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം ഈ ഓസോൺ ലെയർ ഡെപ്ലീഷൻ മൂലം വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം അല്ലെ. തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലെ. അത് ബോത്ത് ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റ്, പരിസ്ഥിതിക്കും മനുഷ്യന്മാർക്കും ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ്. ആദ്യം തന്നെ എങ്ങനെയാണ് ഈ ഓസോൺ ലെയർ ഡെപ്ലീഷൻ ഹ്യൂമൻ ഹെൽത്തിനെ ബാധിക്കുക നോക്കാം അല്ലെ. മനുഷ്യന്റെ ആരോഗ്യത്തിനെ എങ്ങനെയാണ് ബാധിക്കുക നമുക്ക് നോക്കാം. അതായത് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് മനുഷ്യന്റെ ആരോഗ്യത്തെ ഇത് ബാധിക്കുന്നത്. അതായത് ഇതിലുള്ള അല്ലെ സൂര്യരശ്മിയിലുള്ള ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻ അഥവാ അൾട്രാ വയലറ്റ് രശ്മികൾ എങ്ങനെ ഓസോൺ ലെയറിലൂടെ കടന്നു വരും. അത്തരത്തിൽ അത് കൊള്ളുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മനുഷ്യന്റെ ശരീരത്തിൽ ഏൽക്കുകയാണെങ്കിൽ ഒരുപാട് സ്കിൻ ഡിസീസുകളും അല്ലെ, സ്കിൻ ഡിസീസും അതേപോലെ തന്നെ ക്യാൻസർ, അതുപോലെ സൺബേൺ അല്ലെ, അതുപോലുള്ള ഒരുപാട്, അതുപോലെ അക്യൂട്ട് ഏജിംഗ് പെട്ടെന്ന് തന്നെ വയസ്സായ രീതിക്ക് ആകും. അതുപോലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നമ്മുടെ അല്ലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ കൂടി എന്ത് ചെയ്യും? വീക്ക് ആക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് അനവധി പ്രശ്നങ്ങളും ഡിസീസും ഒരുപാട് അവസ്ഥയിലൊക്കെ എത്തിച്ചു പോകും അല്ലെ നമ്മുടെ ഈ ഓസോൺ ലെയർ ഡെപ്ലീഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏതൊക്കെ രീതിയിൽ ബാധിക്കും? ഈ അൾട്രാ വയലറ്റ് രശ്മികൾ ഏൽക്കുമ്പോൾ എന്ത്? സ്കിൻ ഡിസീസുകളും, ഒരുപാട് സ്കിൻ ഡിസീസുകൾ, ക്യാൻസർ, ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ വീക്ക് ആക്കുന്നു അല്ലെ. അതുപോലെ പെട്ടെന്ന് തന്നെ ഏജിങ്, അതുപോലെ സൺബേൺ. നമുക്കറിയാലോ എത്ര പേര് അപ്പല്ലേ സൺബേൺ സൂര്യാഘാതം മരിച്ചു പോകുന്ന ഒരുപാട് പേര് നമുക്ക് നമ്മൾ ദിവസം പത്രത്തിലൊക്കെ വായിക്കുന്നതാണ്. സോ അത്തരത്തിലുള്ള എഫക്റ്റുകളൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിന് ഉണ്ടാവുക. ഇനി അടുത്ത് നോക്കാം ഇത് ഏതൊക്കെ രീതിക്കാണ് അനിമൽസ് മൃഗങ്ങളെ ബാധിക്കുന്നതെന്ന് നോക്കാം. മൃഗങ്ങളിൽ ഇത് കാണുന്നത് സ്കിൻ ആൻഡ് ഐ ക്യാൻസറിന് കാരണമാകും അല്ലെ. പാവങ്ങൾ അല്ലെ, മൃഗങ്ങൾക്ക് എന്തെങ്കിലും അറിയോ നമ്മൾ ഈ മനുഷ്യന്മാര് ചെയ്തു കൂട്ടുന്നത്? എന്നാൽ ഇതിന്റെ ഇത് അനുഭവിക്കുന്നത് പരിസ്ഥിതിയും നമ്മളും മാത്രമല്ല, മൃഗങ്ങളും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ഇത് ഈ ഓസോൺ ലെയർ ഡെപ്ലീഷൻ ആർക്കും കൂടി ബാധിക്കുന്നുണ്ട്? അനിമൽസിനും ബാധിക്കുന്നുണ്ട്. അവരിൽ സ്കിൻ ആൻഡ് ഐ ക്യാൻസർ, മനസ്സിലായി, അവരുടെ സ്കിന്നിനും ഐയിനും ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാക്കുന്നു. ഇനി അടുത്ത് നോക്കാം എൻവയോൺമെന്റിൽ വരുന്ന കുറച്ച് എഫക്റ്റുകൾ നോക്കാം. അത് മിനിമൽ ഗ്രോത്ത് ആണ്. എന്താണ്? ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിനെയാണ് അല്ലെ, വളർച്ചയെയാണ് ആദ്യം തന്നെ അത് ബാധിക്കുക. ഗ്രോത്ത് എന്ത് ചെയ്യും? മിനിമലൈസ് ചെയ്യും. അതേപോലെ തന്നെ ഫ്ലവറിംഗ് അല്ലെ, ഫ്ലവറിംഗ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സും, അതേപോലെ ഫോട്ടോസിന്തസിസ് ഇതിനെയൊക്കെ ബാധിക്കും. ഇതിനൊക്കെ സ്ലോ ഡൗൺ ആകും അല്ലെങ്കിൽ ഇതിനൊക്കെ പതിയെ കുറഞ്ഞു അങ്ങനെ ആക്കും. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ അതിന്റെയൊക്കെ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അക്വാട്ടിക് ലൈഫ് അല്ലെ, മറൈൻ ലൈഫിനെ ഇതെങ്ങനെയാണ് ബാധിക്കുക എന്ന് നോക്കാം. അത് ആക്ച്വലി ഏറ്റവും കൂടുതൽ അൾട്രാ വയലറ്റ് രശ്മികൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു കൂട്ടം ജീവികളാണ് ഈ മറൈൻ ഫിഷസ് അല്ലെങ്കിൽ മറൈൻ ലൈഫിൽ ജീവിക്കുന്ന ജീവികൾ എന്ന് പറയുന്നത്. അവരുടെ ഫുഡ് ചെയിനിനെയാണ് ഇത് ബാധിക്കുക. മനസ്സിലായില്ല? അവരുടെ ഫുഡ് ചെയിൻ നമുക്കറിയാൻ പഠിച്ചിട്ടുണ്ടല്ലേ, അവരുടെ ഫുഡ് ചെയിനെയാണ് ഇത് ബാധിക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. വളരെ വലിയതാണ്, കുറച്ച് വലിയ പാഠം തന്നെയാണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ പാഠമാണ്. എല്ലാതും പോയിന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. കൂടുതലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും എസ്എ ക്വസ്റ്റ്യൻസും രണ്ടും ഇതൊന്ന് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു പാഠം തന്നെയാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾ നന്നായി ഒന്ന് പുസ്തകം എടുത്ത് വായിച്ചു വെക്കുക. നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, സോ ബൈ ആൻഡ് താങ്ക് യു.